Hello dear students, welcome back to Computer Science class. We are in the 6th session of Chapter 2, Data Representation and Boolean Algebra. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്പർ കൺവേർഷൻസ് നമ്മൾ പൂർത്തിയാക്കി. ബൈനറി അരിത്തമെറ്റിക്കുമായി ബന്ധപ്പെട്ട് അഡിഷൻ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്തു. സബ്ട്രാക്ഷൻ തന്നെ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് യൂഷ്വൽ സബ്ട്രാക്ഷൻ റൂൾ ഉപയോഗിച്ചും ചെയ്തു, വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. ഈ 2 രീതിയിൽ നമ്മൾ ചെയ്തു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചില കൂട്ടുകാർക്കൊരു സംശയം. ചില കൺവേർഷൻ റൂൾസ് വന്നപ്പോൾ നമ്മൾ ആ ബോർഡിൽ എഴുതി വെച്ചത് സ്റ്റെപ്സ് അവർക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സ്റ്റെപ്സൊക്കെ നമ്മൾ പറഞ്ഞു പോയി, സ്റ്റെപ്സ് കാണാൻ കഴിഞ്ഞില്ല. പ്രൊസീജിയർ നമ്മൾ മൊത്തം എഴുതിപ്പോയി. പ്രൊസീജിയറിനനുസരിച്ച് പ്രോബ്ലംസ് ഡിറൈവ് ചെയ്ത് വെച്ചു. പക്ഷേ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ, സ്റ്റെപ്സ് വേണ്ടേ എന്ന ചില സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 2 പ്രോബ്ലംസ് എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ എഴുതുമ്പോഴത്തേനും വിത്ത് സ്റ്റെപ്സ് വെക്കുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ തന്നതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കൺവേർഷൻ പ്രോബ്ലമാണ്. ഒക്ടൽ സിസ്റ്റത്തിലെ ഒരു നമ്പർ തരുന്നു ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹെക്സാഡെസിമൽ സിസ്റ്റം. 2 ഗുണമുണ്ട്. ഒക്ടലിൽ നിന്ന് ബൈനറിയിലോട്ട് പോകാൻ പറഞ്ഞാലും ഈ പ്രോബ്ലത്തിൻ്റെ ആദ്യ ഭാഗം ഉപയോഗിക്കാം. ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്കോ ഹെക്സായിലേക്കോ പോകേണ്ടി വന്നാൽ ഇതിൻ്റെ 2ാം ഭാഗം ആ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇല്ല, ഡയറക്റ്റ്ലി ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ചോദിച്ചാൽ ഈ എൻറ്റയർ പ്രൊസീജിയറിനെ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നോർമൽ രീതി, അതായത് കണ്ടിന്യൂസ് ഡിവിഷൻ ഇൻ ദ കേസ് ഓഫ് ഡെസിമൽ ടു ബൈനറി അല്ലെങ്കിൽ ഒക്ടൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ, അതിൽ പ്രോബ്ലം ഇല്ല, ബിക്കോസ് അവിടെ തന്നെ സ്റ്റെപ്സ് ഉണ്ട്. അതേസമയം ഗ്രൂപ്പിംഗ് വെച്ചിട്ടുള്ള ചില കൺവേർഷൻസ് നടന്നപ്പോഴാണ് ആ സ്റ്റെപ്സിൻ്റെ ഒരു അവ്യക്തത നിങ്ങൾക്ക് തോന്നിയത്. സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്ന് എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല എന്ന് ചിലർ പറഞ്ഞത്. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഓക്കെ, ഞാൻ തരുന്ന നമ്പർ 247 ബേസ് 8. അങ്ങനെ പറഞ്ഞത് തന്നെ ശരിയല്ലേ അല്ലേ, അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. 247 ബേസ് 8, ദാറ്റ് ഈസ് എ ഗിവൺ നമ്പർ. അതിനെ ഹെക്സായിലേക്ക് മാറ്റണം. ഡയറക്റ്റ് മെത്തേഡ് ഇല്ലയെന്നറിയാമല്ലോ. ഒക്ടലിൽ നിന്നും നേരെ പോകേണ്ടത് ബൈനറിയിലേക്കാണ്. സ്ക്രീനിൽ ശ്രദ്ധിച്ചിരിക്കുക. ഗിവൺ ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള നമ്പറിനെ അങ്ങ് എഴുതുന്നു. 247 അല്പ ഡിസ്റ്റൻസ് ഇട്ട് എഴുതുന്നതാണ് ഏറെ അഭികാമ്യം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളൂ. ഐഡൻറ്റിഫൈങ് 3 ബിറ്റ്സ് ഈച്ച്. തന്നിട്ടുള്ള ഒക്ടൽ നമ്പറിലെ ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനായിട്ട് എന്താ ചെയ്യുക? അപ്ലൈയിങ് ദ കോഡ് 421. അത് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. അതും കൂടി വേണമെങ്കിൽ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യാൻ. 421 എന്ന കോഡ് ഉപയോഗിക്കാൻ പോവുകയാണ്. അത് നോക്കിക്കോളൂ. ഓരോ ഡിജിറ്റിൻ്റെയും ചുവട്ടിൽ ആ 421 എന്ന കോഡ് എഴുതി. കണ്ടല്ലോ. ഇനി എന്താ ചെയ്യുക? ശ്രദ്ധിക്കൂ. ഒക്ടൽ നമ്പറിലുള്ള ഓരോ ഡിജിറ്റും കിട്ടാൻ ഈ കോഡിലുള്ള ഏതൊക്കെ ഫിഗേഴ്സ് ആഡ് ചെയ്യണം, 421 എന്ന കോഡിൽ ഏതൊക്കെ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ഒക്ടൽ ഡിജിറ്റ് കിട്ടുക എന്ന് നോക്കണം. നമ്മുടെ ആദ്യത്തെ ഒക്ടൽ ഡിജിറ്റ് ഏതാ? 2 അല്ലേ? ആ 2 കിട്ടാൻ 421 എന്ന കോഡിനകത്ത് 2 മാത്രം എടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് നമ്മളതിനെ വട്ടം വരച്ച് കാണിച്ചത്. അടുത്ത ഗ്രൂപ്പിൽ, അതായത് 421 എന്ന കോഡിൽ 4 എന്ന ഡിജിറ്റ് കിട്ടാൻ എന്ത് വേണം? അതെ, നിങ്ങൾക്കറിയാം, 4. അതിനെ വട്ടം വരച്ച് കാണിച്ചു. ഓക്കെ, വീണ്ടും 7 എന്ന ഡിജിറ്റ് കിട്ടാൻ എന്ത് വേണം? 421-ൽ 4 വേണം. അതുമാത്രം മതിയോ? 2 വേണം, അതിനോടൊപ്പം 1. ആ 3 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നുള്ളൂ. ശരിയാണല്ലോ? ശരി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താ പോകണ്ടേ? ഇപ്പോൾ നിങ്ങൾ സർക്കിൾ ചെയ്തിട്ടുള്ള ഡിജിറ്റിന് നേരെ 1 എന്നും അല്ലാത്തിടത്ത് 0 കൊടുക്കുക. ഈ കോഡിൽ നമുക്കിപ്പോൾ വി ഹാവ് 3 ഗ്രൂപ്പ്സ് അല്ലേ? 3 പ്രാവശ്യം കോഡ് എഴുതിയിരിക്കുകയല്ലേ? അപ്പോൾ 3 ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഓരോ സെറ്റ് കോഡിലും റൗണ്ട് ചെയ്തിട്ടുള്ള ഡിജിറ്റിന് നേരെ 1ഉം ബാക്കിയുള്ളതിൻ്റെ നേരെ 0യും ഇടുക. ഇതാ കണ്ടല്ലോ, വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
So this is the binary equivalent of the given octal number 247. പകുതി വഴിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഒക്ടലിൽ നിന്നും ഹെക്സായിലേക്കാണ് പോകേണ്ടത്. അതിനുവേണ്ടി ഒക്ടലിൽ നിന്നും ബൈനറി വരെ എത്തി. കണ്ടല്ലോ. ഇനി ഈ ബൈനറിയിൽ നിന്നും ഹെക്സായിലേക്ക് പോകാം. നോക്കിക്കോളൂ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന്. ഇതുവരെ ചെയ്ത പ്രോസസ്സിനെ ഈ രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നു. ബൈനറി ഈക്വലന്റ് ഓഫ് 247 ബേസ് 8 ഈക്വൽസ് 10100111 ബേസ് 2 എന്ന നിലയിലേക്ക് മാറ്റി. ഓക്കെ. നൗ രണ്ടാം ഭാഗത്തിലേക്ക്. ദ ബൈനറി നമ്പർ, നമുക്ക് കിട്ടിയ ബൈനറി നമ്പറിനെ ഒന്നുകൂടി എഴുതുന്നു. 10100111. ബൈനറി നമ്പറിനെ അതുപോലെ എഴുതി. ഇനി എന്താ ചെയ്യുക? ഹെക്സായിലേക്കല്ലേ പോകേണ്ടത്? അപ്പോൾ തന്നിട്ടുള്ള ബൈനറി നമ്പറിനെ 4 ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റണം. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ബൈനറി നമ്പറിനെ ഒരല്പം സ്പ്രെഡ് ചെയ്ത് എഴുതുന്നു. എന്താ, ആ ഗ്രൂപ്പ്സ് ഫോം ചെയ്തുകൊണ്ട്. അങ്ങനെ വന്നപ്പോൾ നൗ വി ഹാവ് 2 ഗ്രൂപ്പ്സ്. ഇത് ഞാൻ ആ ബ്രേസ് കൊണ്ട് കാണിക്കുന്നുണ്ട്. 2 ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്ലൈയിങ് കോഡ്, ഹെക്സാഡെസിമൽ ഡിജിറ്റ് കാണാൻ പോവാണ്. ഈ ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമലിലെ ഡിജിറ്റ്സ് കാണാൻ പോകുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യുക? കോഡ് അപ്ലൈ ചെയ്യുന്നു. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 8421 ഓരോ ഗ്രൂപ്പിലെയും ബിറ്റ്സിന് നേരെ 8421 എന്ന കോഡ് എഴുതി കാണിച്ചു. കാണുന്നുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ബൈനറി നമ്പറിലെ ഓരോ ഗ്രൂപ്പിലും ഉള്ള 1ന് നേരെയുള്ള ഡിജിറ്റ്സ്, ഓരോ ഗ്രൂപ്പിലെയും 1ന് നേരെയുള്ള കോഡ് ഡിജിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ 8ഉം 2ഉം 1ന് നേരെയുള്ള ഡിജിറ്റ്സ് അതല്ലേ 8ഉം 2ഉം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുമ്പോഴോ അവിടെ 4 ഉണ്ട്, 2 ആൻഡ് ദെൻ കംസ് 1. ഈ 3 ഡിജിറ്റ്സും 1ന് നേരെയുള്ളതാണ്. ഇനി ഇവ തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് എന്ത് കിട്ടി? 8 + 2 10. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നോ 4 + 2 + 1 it's 7. അപ്പോൾ കിട്ടിയല്ലോ 10 7. ഒരു കാര്യം ശ്രദ്ധിക്കണം, 10 എന്നത് ഒരു ഡെസിമൽ നമ്പർ അല്ലേ? നമ്മൾ ഹെക്സാഡെസിമലിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് വേണം എഴുതാൻ. ശ്രദ്ധിച്ചോളണം. 10 11 12 13 14 15. അപ്പോൾ അങ്ങനെ വല്ല നമ്പറുമാണ് സം ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് എഴുതണം. ഹിയർ വി ഹാവ് എ. സോ ദ ഫൈനൽ ആൻസർ ഈസ് A7 ബേസ് 16. അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. 247 ബേസ് 8 ഈക്വൽസ് A7 ബേസ് 16. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെയാണ് സ്റ്റെപ്സ് എഴുതേണ്ടത്. ഓക്കെ. മറ്റൊന്ന് ബൈനറി സബ്ട്രാക്ഷൻ. 1's കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചും ചെയ്തു. അതിൽ ഒരെണ്ണം നമ്മൾ ചെയ്യാൻ പോവാണ്. അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെ എഴുതും എന്നുള്ളത് ഇത് നോക്കിക്കോളൂ. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. 110 100 മൈനസ് 1010. നോക്കൂ എൻ്റെ സ്റ്റെപ്സ്. മിനുവെൻ്റ് ആദ്യമേ അങ്ങ് എഴുതി അല്ലേ? മൈനസിന് മുമ്പ് വരുന്ന നമ്പറിനാണല്ലോ മിനുവെൻ്റ് എന്ന് പറയുന്നത്. മിനുവെൻറ്റിനെ സൂചിപ്പിക്കുന്നു. തൊട്ട് താഴെ സബ്ട്രഹെൻഡ് വിത്ത് സീറോസ്. സബ്ട്രഹെൻഡിൽ ബിറ്റ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ, മിനുവെൻറ്റിനെ അപേക്ഷിച്ചിട്ട് സബ്ട്രഹെൻഡിന് ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡിങ് സീറോസ് പ്രിസീഡിങ് സീറോസ് കൊടുത്ത് അത് സെറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സബ്ട്രഹെൻഡ് വിത്ത് സീറോസ്. ഓക്കെ. ഇനി അടുത്തെന്താ ചെയ്യുക? ഓർമ്മയുണ്ടോ? 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സബ്ട്രഹെൻഡ്. അതാണല്ലോ എഴുതേണ്ടത്. ദേ ആ സ്റ്റെപ്പ് അതുപോലെ എഴുതുന്നു. 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സബ്ട്രഹെൻഡ് എഴുതി കാണുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? ആഡിങ് ദ മിനുവെൻറ്റ്. 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സബ്ട്രഹെൻഡിനോടൊപ്പം ആഡിങ് ദി മിനുവെൻറ്റ്. ദേ ആ സ്റ്റെപ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ. അവിടെ ഒരു 1 വന്നിട്ടുണ്ട്, ക്യാരി 1. ആ ക്യാരി 1 എന്താ ചെയ്യേണ്ടത്? ദേ സർക്കിൾ ചെയ്ത് കാണിച്ചു. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു തിരിച്ചറിയാൻ വേണ്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നേ? ആഡിങ് ദ ക്യാരി 1. ആ റിമൈനിങ് പാർട്ടിനോടൊപ്പം ഈ ക്യാരിയെ ആഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 2's കോംപ്ലിമെൻറ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്പും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. കീബോർഡിലൂടെ നമ്മൾ കൊടുക്കുന്നത് അതാണല്ലോ. അത് മാത്രമേ ഉള്ളൂ. വേറെ കുറേ സിമ്പിൾസ് ഉണ്ട് അല്ലേ? കോമ, സെമി കോളൻ, ഹാഷ്, ഡോളർ, ഇങ്ങനെ കുറേ സിമ്പിൾസ്. സ്പേസ് ബാർ അതൊരു ക്യാരക്ടറാണ്. നമുക്കൊന്നും അല്ലേ, സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ ഒന്നും തെളിഞ്ഞു വരത്തില്ല. ബട്ട് ഇറ്റ്സ് എ വാലിഡ് ക്യാരക്ടർ. സ്പേസ് ബാർ ക്യാരക്ടർ. എൻ്റർ കീ ഇറ്റ്സ് എ ക്യാരക്ടർ. അപ്പോൾ ഇത് ഓരോന്നും പ്രസ് ചെയ്യുമ്പോൾ കീബോർഡിലുള്ള ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടിയാലല്ലേ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരം ക്യാരക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിന് ചില കോഡുകൾ ഉപയോഗിച്ചിരുന്നു. എ എന്ന അക്ഷരത്തെ ഡയറക്റ്റായിട്ട് ബൈനറിയായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതിന് ചെയ്തിരുന്നത് ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നും ഒരു കോഡ് ഡിസൈൻ ചെയ്തിരുന്നു. ഒരു ഇൻറ്റിജർ നമ്പർ, അതാണ് കോഡെന്ന് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ ഫോളോ ചെയ്തിരുന്നൊരു കോഡ്
തുടക്കത്തിലെന്ന് പറയാൻ കഴിയില്ല, അത് BCD എന്നൊരു കോഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇച്ചിരി പോപ്പുലറായി തുടങ്ങിയപ്പോഴത്തേനും ASCII എന്നൊരു കോഡ് ഉപയോഗിച്ചിരുന്നു. ഫുൾ ഫോം അറിയായിരിക്കും അല്ലേ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, അങ്ങനെ ഒരു കോഡാണ് ഉപയോഗിച്ചിരുന്നത്. ആ കോഡ് 7-ബിറ്റ് കോഡായിരുന്നു തുടക്കത്തിൽ. എന്ന് വെച്ചാൽ ഒരു അക്ഷരത്തെ, ഒരു ക്യാരക്ടറിനെ 7 ബിറ്റ്സ് ഉപയോഗിച്ച് എഴുതാം. സാറതെ വീണ്ടും പറയുന്ന അക്ഷരത്തെ ബിറ്റ്സ് ഉപയോഗിച്ച് എഴുതാമെന്ന്. അതെങ്ങനെ പറയാം? ഈ ഓരോ അക്ഷരത്തിനും ഒരു നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ എന്ന അക്ഷരത്തിന് കൊടുത്ത നമ്പർ 65, ക്യാപിറ്റൽ ബിക്ക് 66, അങ്ങനെ മുന്നോട്ട് പോകുന്നു. സ്മോൾ എ എത്തിയപ്പോഴത്തേനും 97, ബി 98, അങ്ങനെ മുന്നോട്ട് പോകുന്നു. സ്പേസ് ബാറിന് കോഡുണ്ട് 32. ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ട് ചില നമ്പേഴ്സിനെ കോഡായിട്ട് ഡിസൈൻ ചെയ്തു. 65നെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതാണ് 7 ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു ASCII കോഡിൽ തുടക്കത്തിൽ, 7-ബിറ്റ് കോഡ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രശ്നം പറ്റി. കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചു, 7 ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് മാക്സിമം യു ക്യാൻ ഹാവ് എത്ര നമ്പേഴ്സ്? 128 നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ 128 ക്യാരക്ടേഴ്സിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ പണ്ട് കാലത്ത്. പിന്നീട് ASCII മോഡിഫൈ ചെയ്തു, 8 ബിറ്റ്സ് ആക്കി മാറ്റി, 8 ബിറ്റിൻ്റെ കോഡാക്കി മാറ്റി. സ്വാഭാവികമായിട്ടും 2⁸8, 256 അക്ഷരങ്ങൾ വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ കീബോർഡിലെ ഒരുമാതിരിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇതായിരുന്നു കുറേ നാളുകൾ നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന ഒരു കോഡിംഗ് സിസ്റ്റം ASCII. ഓക്കെ, പിന്നീട് ഈ കോഡ് മറ്റൊരു കോഡ് ഡിവൈസ് ചെയ്തു, EBCDIC എന്ന് പറഞ്ഞിട്ട്. EBCDIC അത് വായിക്കുന്നത് EBCDIC, അവിടെ സിക്ക് ഇടയ്ക്ക് വേറെ ലെറ്റേഴ്സ് ചേർക്കരുത്, EBCDIC, EBCDIC എന്ന് വായിക്കാറുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നാണ്. എന്തായാലും അത് ASCII 8-ബിറ്റ് കോഡിന് സിമിലർ ആയിട്ടുള്ളത് തന്നെയായിരുന്നു. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു കമ്പ്യൂട്ടർ EBCDIC കോഡിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെന്ന് കരുതുക. അതിനകത്തേക്ക് ASCII കോഡിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നാൽ, ആദ്യം അതിനെ EBCDIC ആയിട്ട് മാറ്റണം. ASCII കോഡിലുള്ള ഡേറ്റയെ EBCDIC ആയിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ ആ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. തിരിച്ചും അത് തന്നെയാണ്. EBCDIC ഫോമിലുള്ള ഡേറ്റ ASCII കോഡ് ഫോളോ ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്തേക്ക് ഇട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ EBCDICൽ നിന്നും ASCIIലേക്ക് മാറ്റേണ്ടി വരും. ഈ ഒരു പ്രോബ്ലമാണ് EBCDICനുള്ളത്. ഓക്കെ, മറ്റൊരു കോഡിംഗ് സിസ്റ്റം, നമ്മുടേതായ ഒരു കോഡിംഗ് സിസ്റ്റം, ISCI എന്ന് പറയാം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. നമ്മുടെ രാജ്യത്തുള്ള വിവിധ ഭാഷകൾ, അങ്ങനൊരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, അത് മറ്റാർക്കും അധികം അങ്ങനെ അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ് അല്ലേ. വിവിധ ഭാഷകളാണ് നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്നത്. ആ റൈറ്റിംഗ് സിസ്റ്റത്തെ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ് ISCI എന്നറിയപ്പെടുന്നത്. 8 ബിറ്റ്സാണ് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ നമ്മുടെ ഭാഷകൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ പിന്നീട് ഇതിന് അത്ര വളർച്ചയോ ഒരു അപ്ഡേഷൻസ് ഒന്നും നടന്നില്ല. കാരണം തൊട്ടടുത്ത് വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള, എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, എല്ലാ ഭാഷകളെയും റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. നിങ്ങൾക്കൊക്കെ പരിചയം കാണും. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം യൂണിക്കോഡ് എന്നൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 16-ബിറ്റ് കോഡായിട്ടായിരുന്നു അതിനെ ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ അതിലും ഉയർന്ന ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഉയർന്ന എണ്ണത്തിലുള്ള ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വികസനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും 16-ബിറ്റ് യൂണിക്കോഡിന് പ്രത്യേകത ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 2⁻16 65,536 അക്ഷരങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ലോകത്തുള്ള മിക്കവാറും എല്ലാ ഭാഷകളിലുമുള്ള അക്ഷരങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറി യൂണിക്കോഡ്. വേറൊരു അഡ്വാൻറ്റേജ്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതും, ഇതിന് അപ്ഡേഷൻസ് വരുത്തുന്നതുമൊക്കെ യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഒരു ഫ്രീ സർവീസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അതാണ് യൂണിക്കോഡ് കൺസോർഷ്യം. അവരാണ് ഇതിൻ്റെ അപ്ഡേഷൻസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും എടുത്ത് ഉപയോഗിക്കാം. ഫ്രീ സോഫ്റ്റ്വെയറിനോ ലൈസൻസ് സോഫ്റ്റ്വെയറിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ യൂണിക്കോഡിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. ഇത്രയും കോഡിംഗ് സിസ്റ്റംസാണ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളത്. ക്ലിയറായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് ഓഡിയോ, വീഡിയോ, ഇമേജ്, അങ്ങനെ മൾട്ടിമീഡിയയാണല്ലോ ഇന്ന് കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. മൾട്ടിമീഡിയ ടൈപ്പ് ഡേറ്റ, ക്യാരക്ടേഴ്സിൽ മാത്രം തുടങ്ങി, നമ്പേഴ്സിൽ വെച്ച് മാത്രം തുടങ്ങിയത് പിന്നീട് ക്യാരക്ടേഴ്സിലേക്ക് മാറി, ഇമേജിലേക്ക് മാറി, വീഡിയോയിലേക്ക് മാറി, ഓഡിയോയിലേക്ക് മാറി.
അപ്പോൾ ഇതെല്ലാം ഇന്ന് ഡേറ്റയാണ്, മൾട്ടിമീഡിയ ഡേറ്റ എന്നൊക്കെ പറയാം അല്ലേ, ഈ ഓഡിയോ വീഡിയോ ഇമേജിനെയൊക്കെ. ഇതിനെ സ്റ്റോർ ചെയ്യുന്നതിന് ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കാലിറ്റീസിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എങ്കിലും അതിൻ്റെ ഒരു ബേസ് മാത്രം പറഞ്ഞു പോകാം. ഈ ടൈപ്പ് ഡേറ്റ, അതായത് ഓഡിയോയോ വീഡിയോയോ ഇമേജോ ഒക്കെ എന്തുവേണോ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം കാണും, ചെറിയ ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില ഓഡിയോ ക്ലിപ്സിൻ്റെ തന്നെ ഫയൽ സൈസ് എന്ന് ഓർത്ത് നോക്കൂ, വളരെ വലിയ സൈസായിരിക്കും. അതേസമയം പേജ് കണക്കിന് നിങ്ങളുടെ ഒരു എൻ്റയർ ടെക്സ്റ്റ് ബുക്ക് അത് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിയ സൈസൊന്നും കാണണമെന്നില്ല. നമ്മൾ ദിവസങ്ങളെടുത്ത് വായിച്ച് തീർക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യാൻ വളരെ കുറച്ച് സൈസ് മതിയാവും. എന്നാൽ 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു പാട്ട് അതിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനെ കംപ്രസ് ചെയ്യുക, സൈസ് പരമാവധി കുറയ്ക്കുക. ഓഡിയോ വീഡിയോ ഇമേജ് ഇതിൻ്റെയൊക്കെ സൈസ് പരമാവധി കംപ്രസ് ചെയ്യുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്രോച്ചസിനെ കുറിച്ചൊക്കെ ആയിരുന്നു ബോദർ ചെയ്തിരുന്നത് ആര്? ഈ ഡേറ്റ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ് ഡിവൈസ് ചെയ്തവർ. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇമേജ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫയൽ ഫോമാറ്റ് നമുക്ക് പരിചയമുണ്ട്, JPEG എന്ന് പറയും അല്ലേ, ജോയിൻറ്റ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നാണല്ലോ അതിൻ്റെ ഫുൾ ഫോം. JPEG ഫയലിലുള്ള ഒരു ഇമേജ് ഫയൽ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 പാർട്സായിട്ടാണ്. അതുമാത്രമല്ല കേട്ടോ, പല ഇമേജ് ഫയൽ ഫോർമാറ്റുകൾ. ഒരു ഹെഡർ ഇൻഫർമേഷൻ എന്നും ഇമേജ് ഡേറ്റയോ എന്ന് പറഞ്ഞിട്ട് 2 പാർട്സ് ഉണ്ടാവും. ഒരു ഇമേജ് ഫയലിന് പ്രധാനമായിട്ടും ഒരു ഇമേജ് ഫയലിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 പാർട്സോട് കൂടിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഹെഡർ ഇൻഫർമേഷനും മറ്റൊന്ന് ഇമേജ് ഡേറ്റയും. ഹെഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നതിനകത്ത് ആ ഫയലിൻ്റെ നെയിം, സൈസ്, ഡേറ്റ് ഓഫ് ക്രിയേഷൻ ഓർ മോഡിഫിക്കേഷൻ, ഫയൽ ഫോമാറ്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എസ്പെഷ്യലി നമ്മൾ നിങ്ങളുടെ ഫോൾഡറൊക്കെ ഓപ്പൺ ചെയ്തൊരു ഫയലിൻ്റെ ഫോർമാറ്റ്, ഒരു ഫയലിനെ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ കാണുന്ന കുറേ ഇൻഫർമേഷനാണ്. അതിനെയാണ് ഹെഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇമേജ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് ഓൾ പിക്സൽസ് കടുത്തുപോയി അല്ലേ. പിക്സൽസ് ആ രൂപത്തിലാണല്ലോ ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിക്ചർ എലമെൻറ്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പിക്സൽസ്. അപ്പോൾ പിക്സൽസ് കൂടുന്തോറുമാണല്ലോ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി ഒക്കെ കൂടുന്നത്, പിക്സൽസിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ അതെന്തോ സാധനം, കളർ കോഡ്. ഓരോ കളറിനും ഓരോ കോഡുണ്ട്. ആ വാല്യൂവിനെയാണ് ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കംപ്രസ്ഡ് ഫോം ഓഫ് ഡേറ്റ സ്റ്റോറിങ്, അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു കംപ്രസ്ഡ് ഫോമിൽ ഒരു ഫയലിനെ എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യം ഡീകംപ്രസ്ഡ് ഫോം നോക്കാം അല്ലേ, എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ഫയലിനെ സ്റ്റോർ ചെയ്യുന്നത്. കംപ്രസ്ഡ് ഫോം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ 400x400 പിക്സലിലുള്ള ഒരു ബ്ലാക്ക് കളർ അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലാക്കിനൊരു ഇൻറ്റൻസിറ്റി വാല്യൂ ഉണ്ട്. ആ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ബ്ലാക്ക് എന്ന് തന്നെ വിചാരിക്കുക. 400x400 പിക്സൽസ് ആണല്ലോ ഉപയോഗിക്കേണ്ടത്. 1,60,000 അല്ലേ, 1,60,000 തവണ ബ്ലാക്ക് 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 എന്ന് സ്റ്റോർ ചെയ്യേണ്ടി വരും. എന്തുമാത്രം സ്പേസ് എടുക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് നോർമൽ രീതിയിലുള്ളൊരു ഡേറ്റ സ്റ്റോറേജ് ഫോമാറ്റ്. എന്നാൽ കംപ്രസ്ഡ് ഫോമിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേ ഫയലിനെ കംപ്രസ്ഡ് ഫോമിൽ സ്റ്റോർ ചെയ്താൽ ബ്ലാക്ക് എന്ന് ഒരു തവണയേ എഴുതുള്ളൂ. ആ ഇൻറ്റൻസിറ്റി വാല്യൂ ഒരു തവണ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. എന്നിട്ട് പറയും ഈ വാല്യൂവിനെ 1,60,000 തവണ റിപ്പീറ്റ് ചെയ്യണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ബാക്കി കമ്പ്യൂട്ടർ ചെയ്തോളൂ. ഈ ഇമേജിനെ എടുത്ത് കാണിക്കണമല്ലോ, കാണിക്കേണ്ട സമയത്ത് കമ്പ്യൂട്ടർ വായിച്ച് മനസ്സിലാക്കിയെടുക്കും, ഈ സാധനം ഏതാ, ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനത്തെ 1,60,000 തവണ ഞാനിങ്ങനെ കാണിക്കണം. പിന്നെ ആ ഫയലിനൊരു ഡയമെൻഷൻ കാണും. ആ ഡയമെൻഷൻ്റെ ഉള്ളിൽ 1,60,000 തവണ ഇങ്ങനെ കാണിക്കണം. ക്ലിയർ ആയില്ലേ? രണ്ടായാലും നമുക്കൊരുപോലെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കംപ്രസ്ഡ് ഫോമിലേക്ക് മാറുമ്പോൾ ഉള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിൽ കംപ്രസ്ഡ് ഫോമിലാണ് ഒരുപാട് ഇമേജ് ഫയൽസിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടമാനം സ്പേസ് നമുക്ക് സിസ്റ്റത്തിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് കംപ്രഷൻ ഫോമാറ്റ്സ് നമുക്കറിയാമല്ലോ. BMP ഫയലുണ്ട്, TIFF ഫയൽ, GIF ഫയൽ, PNG ഫയൽ, ഇതൊക്കെ സാധാരണ ഇമേജസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റ്സ് ആണ്. ഇനി ഓഡിയോ വീഡിയോ ഇമേജ് ഫയലുകളെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെയും കംപ്രഷൻ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ ഓഡിയോ വീഡിയോ ഫോർമാറ്റുകൾക്കും കംപ്രഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അധികം കടക്കുന്നില്ല, നമ്മുടെ സിലബസ് അങ്ങോട്ടേക്ക് പോകുന്നില്ല. എനിവേ, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പിന്നീട് നിങ്ങൾക്ക് പഠിക്കാം. വളരെ രസകരമാണ് അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കിയെടുക്കാൻ. എങ്കിലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് നിങ്ങൾ ഓഡിയോയും വീഡിയോ ആയിട്ടൊക്കെ ഒരുപാട് പരിചയ സമ്പന്നരായിരിക്കും. വേവ് ഫോർമാറ്റ്, WAV വേവ് ഫോർമാറ്റ്, അതും അതേ ഫയലിനെ
MP3 കൺവേർട്ട് ചെയ്ത് നോക്കുക, ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. വേവ് അൺകംപ്രസ്ഡ് ഫോർമാറ്റാണ്, MP3 കംപ്രസ്ഡ് ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ അൺകംപ്രസ്ഡ് ഫോർമാറ്റിന് ചില കൂടെ ക്വാളിറ്റി കാണും കേട്ടോ, കുറച്ചുകൂടെ. കാരണം മറ്റേടത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്, അതുകൊണ്ടായിരിക്കാം. എനിവേ MP3 എന്നുള്ളത് ഒരു കംപ്രസ്ഡ് ഫോർമാറ്റിലാണ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്കറിയാം MIDI, AAFF എന്നീ ഓഡിയോ ഫോർമാറ്റ്സ് ഉണ്ട്. വീഡിയോയ്ക്ക് സാധാരണ ഉപയോഗിച്ച് വരുന്ന ഫോർമാറ്റ്സ് AVI, MP4, JPEG 2, WMV തുടങ്ങിയ ഫോർമാറ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യും എന്ന ആ ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ചില ഫയൽ ഫോർമാറ്റുകളുണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര എന്ന ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം നമ്മൾ പൂർത്തിയാക്കുന്നു. ഡേറ്റ റെപ്രസെൻറ്റേഷൻ പാർട്ട് ഈസ് ഓവർ. മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ബൂളിയൻ ആൾജിബ്ര. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ തുടർ പഠനം IT മേഖലയിലോ ഇലക്ട്രോണിക് സൈഡിലോ ഒക്കെ പോകാൻ, അല്ലെങ്കിൽ ഫിസിക്സ് അങ്ങോട്ടേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നല്ലൊരു ബേസാണ്. ഇലക്ട്രോണിക് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടെക്നോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ ഒരു ബേസാണ്, ഹാർഡ്വെയർ പാർട്ടുമായിട്ടൊക്കെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബൂളിയൻ ആൾജിബ്ര ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജോർജ് ബൂൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ, അദ്ദേഹമാണ് ആ ഒരു ഏരിയ, മാത്തമാറ്റിക്സിൻ്റെ ഈ ഒരു ബ്രാഞ്ച് ഡിവൈസ് എടുത്തതും അതിൻ്റെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സൊക്കെ ഇവോൾവ് ചെയ്ത് എടുപ്പിച്ചതുമൊക്കെ ഇദ്ദേഹമാണ്. മാത്തമാറ്റിക്സ് നിങ്ങൾ ആൾജിബ്ര പഠിച്ചിട്ടുണ്ടല്ലേ? വേരിയബിൾസും ഓപ്പറേഷൻസും, അതാണല്ലോ സിമ്പിളായിട്ട് പറഞ്ഞാൽ അല്ലേ? അവിടെ തൊട്ടാണ് നിങ്ങൾ ചരങ്ങൾ, മലയാളം മീഡിയം പഠിച്ചവർ ചരങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. മറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നു. അപ്പോൾ വേരിയബിൾസും അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്, കുറേ ലോസ്, ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻലി വരുന്നത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ വേരിയബിൾസ് ഉണ്ട്, സംശയമൊന്നുമില്ല, കുറേയേറെ ഓപ്പറേഷൻസും ഉണ്ട്. പക്ഷേ ഈ വേരിയബിൾസിന് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ദേ ആർ ബൂളിയൻ വാല്യൂസ്. സാധാരണ നമുക്ക് പരിചയമുള്ള മാത്തമാറ്റിക്സിലെ ആൾജിബ്രയിൽ നമുക്ക് പരിചയമുള്ള ഡെസിമൽ നമ്പേഴ്സ് തന്നെയാണ് ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്, ശരിയല്ലേ? ഇവിടെ വേരിയബിൾസ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, പലതും നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ടൊക്കെ അല്പം ബന്ധമുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ അല്പം സിമിലാരിറ്റി ഉള്ളത് തന്നെയാണ്. എന്നാൽ ഈ വേരിയബിൾസിന് കിട്ടുന്ന വാല്യൂസ് ഓൺലി 0 and 1 ബൂളിയൻ വാല്യൂസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഈ ബൂളിയൻ വാല്യൂസ്? റിയൽ ലൈഫിൽ ഇതിൻ്റെ ഉള്ളൊരു പ്രാധാന്യം എന്താണ്, ഇതിൻ്റെ ഒരു റെലവൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ശ്രദ്ധിച്ചോളൂ. Did you watch the last class on computer science? Will you give me your pen? അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജോർജ് ബൂൾ വാസ് എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ. നെക്സ്റ്റ് വൺ, അഗെയിൻ എ സ്റ്റേറ്റ്മെൻറ്റ്. കേരള ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. വീണ്ടും ഒരു ചോദ്യം. വൈ വെർ യു ആബ്സെൻറ്റ് ഇൻ ദ എക്സാം? ആൻഡ് ദ ലാസ്റ്റ് വൺ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബൂളിയൻ ആൾജിബ്ര? ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ. ഡിഡ് യു വാച്ച് ദ ലാസ്റ്റ് ക്ലാസ് ഓൺ കമ്പ്യൂട്ടർ സയൻസ്? എൻ്റെ ചോദ്യമാണെന്ന് തന്നെ വിചാരിച്ചോളൂ. കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് കണ്ടോ വിക്ടേഴ്സ് ചാനലിലെ? യെസ് സാർ. ചിലർ പറയുന്നുണ്ട് നോ സാർ. ഇത്രയല്ലേ ഉള്ളൂ, യെസ് ഓർ നോ, ഈ രണ്ട് ആൻസർ മാത്രമേ അതിനുള്ളൂ ആ ചോദ്യത്തിന്. അടുത്ത്, വിൽ യു ഗിവ് മീ യുവർ പെൻ? നിങ്ങളുടെ സുഹൃത്ത് ചോദിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പറയും യെസ്, അതർവൈസ് നോ. ഈ കാലഘട്ടത്തിൽ കൊടുക്കരുത് കേട്ടോ. കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിലാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ കൊടുക്കരുത്. സാധനങ്ങളൊന്നും പരസ്പരം കൈമാറ്റം ചെയ്യരുത്. ബി കെയർഫുൾ. എനിവേ, നോ. ഇൻ ദാറ്റ് കേസ് ദ ആൻസർ ഇസ് നോ, അതർവൈസ് യെസ്. അടുത്ത് നോക്കൂ. ജോർജ് ബൂൾ വാസ് എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ. ചോദ്യമൊന്നുമല്ല അല്ലേ? നിങ്ങളോട് അതിനോട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു, നിങ്ങളോട് പ്രതികരിക്കാൻ പറഞ്ഞാൽ യെസ് സാർ എന്ന് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ട്രൂ, ഇറ്റ്സ് ട്രൂ അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ശരിയായ ഒരു പ്രസ്താവനയാണ്. വേണമെങ്കിൽ എനിക്ക് അതിനോടൊപ്പം ആഡ് ചെയ്യാം, സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് എന്ന് ആഡ് ചെയ്തെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞാൽ ട്രൂ. അടുത്തതോ, കേരള ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നിങ്ങളോടും പറയും ഫാൾസ്. ഇത് രണ്ടുമല്ലേ പറയുള്ളൂ, അത് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെ എത്രാം സ്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ മാത്രമേ പിന്നെ അഡീഷണൽ ആൻസേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. വൈ വെർ യു ആബ്സെൻറ്റ് ഇൻ ദി എക്സാം? നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടാവും പറയാൻ. അത് നീട്ടിപ്പിടിച്ച സെൻറ്റൻസ് ആയിരിക്കും. ജെന്യൂൻ ആയിട്ടുള്ളതോ അല്ലാത്തതോ ആയ കുറേയേറെ എക്സ്ക്യൂസസ് നിങ്ങൾക്ക് കാണും അതിന് പറയാൻ, അല്ലേ? ഒരു വാക്കിലൊന്നും ഒതുങ്ങുന്നതായിരിക്കില്ലല്ലോ. അടുത്തതോ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബൂളിയൻ ആൾജിബ്ര? ബൂളിയൻ ആൾജിബ്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, എങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതും പലർക്കും പലതും പറയാനുണ്ടാവും. സെയിം ആൻസർ ഒന്നും ആയിരിക്കില്ലല്ലോ അത്, അല്ലെങ്കിൽ ഇന്നത് മുതൽ ഇന്നത് വരെയുള്ള ആൻസർ ആയിരിക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഹിയർ ദ റെസ്പോൺസസ് ഫോർ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ചില കാറ്റഗറിയിൽ യെസ് ഓർ നോ, ട്രൂ ഓർ ഫാൾസ് അവിടെ ഒതുങ്ങും.
എന്നാൽ മറ്റു കേസിൽ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ യെസ് ഓർ നോ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ വാല്യൂസിനെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ഉത്തരം ഓൾവേസ് ട്രൂ ഓർ ഫോൾസ്, യെസ് ഓർ നോ ഇത്തരത്തിലായിരിക്കും. ക്ലിയർ? നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ. ലോജിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ലോജിക്കൽ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബൈനറി വാല്യൂ, ബൂളിയൻ വാല്യൂ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ട്രൂ ഓർ ഫോൾസ്. ഇതിനെ ന്യൂമറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് 1 0 വരുന്നത്. യെസ്, ട്രൂ, ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആണല്ലേ. സോ ഇറ്റ് ഈസ് 1. ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ കേസ് വരുമ്പോഴത്തേനും സർക്യൂട്ട് ഈസ് ഓൺ, ബൾബ് കത്തുന്ന ഒരവസ്ഥ, സ്വിച്ച് ഓൺ, ലൈറ്റ് ഈസ് ഓൺ അല്ലേ. അതെല്ലാം 1 എന്ന വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പല സ്വിച്ചസിൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഓൺ ഓഫ് എന്നായിരിക്കില്ല ഇൻഡിക്കേറ്റർ, 1 0 എന്നായിരിക്കും. ശരിയല്ലേ? ബിക്കോസ് 1 സ്റ്റാൻഡ്സ് ഫോർ ഓൺ, 0 സ്റ്റാൻഡ്സ് ഫോർ ഓഫ്. ഇവിടെ ട്രൂ, യെസ്, ഓൺ, 1 ഇതെല്ലാം ഒരേ കാറ്റഗറി, ഒരു പോസിറ്റീവ് സൈനിൽ. ഫോൾസ്, നോ, ഓഫ് ഇതെല്ലാം 0 എന്ന വാല്യൂ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂസിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം ലോജിക് ഗേറ്റ്സ് എന്നൊരു ആശയം കൂടി പരിചയപ്പെടാൻ പോവുകയാണ്. ബൂളിയൻ ഓപ്പറേറ്റേഴ്സ്, ബൂളിയൻ വാല്യൂസിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഓർ, ആൻഡ്, നോട്ട്. ഇങ്ങനെ 3 ബൂളിയൻ ഓപ്പറേറ്റേഴ്സാണ് ബേസിക് ഓപ്പറേഷൻസ് ഇൻ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയാൻ സാധിക്കുന്നത്. ഓർ എന്ന ഓപ്പറേറ്റർ സൂചിപ്പിക്കുന്നത് ലോജിക്കൽ അഡിഷൻ എന്ന ഓപ്പറേഷനെയാണ്. ആൻഡ് സൂചിപ്പിക്കുന്നത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷനെയാണ്. നോട്ട് സൂചിപ്പിക്കുന്നത് ലോജിക്കൽ നെഗേഷൻ എന്ന ഓപ്പറേഷനെയാണ്. സോ ബൂളിയൻ ആൾജിബ്രയിലെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ അഡിഷൻ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ലോജിക്കൽ നെഗേഷൻ. അവയ്ക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് അറിയപ്പെടുന്നത് ഓർ, ആൻഡ്, നോട്ട്. ഇത് 3. ഈ ഓപ്പറേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. Logic gate is a physical device that performs logical operations on one or more inputs and produces a logical output. ഒരു ഓപ്പറേഷൻ നടത്താൻ ഓപ്പറൻറ്റ് വേണം, ഇൻപുട്ട് വേണം. നമ്മൾ അങ്ങോട്ട് വല്ലതും കൊടുത്ത് ഓപ്പറേഷൻ നടത്തുന്നു, തിരിച്ചതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു. ചില ഓപ്പറേഷൻ നടത്താൻ ഒരു ഇൻപുട്ട് മതി, മറ്റു ചില ഓപ്പറേഷൻസിന് 2 ഇൻപുട്ട് വേണം. 2 ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നോ ഒന്നിലധികമോ ഇൻപുട്സിനെ റിസീവ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ നടത്തി ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ലോജിക്കൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻസിനെ കുറിച്ചും ഗേറ്റ്സിനെ കുറിച്ചും വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഓൾ ദി ബെസ്റ്റ്.